പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തെ ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ പ്രധാന പോയിന്റുകളും ചില ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യമായി പറയുന്നത് ഇലക്ട്രിഫിക്കേഷനെ കുറിച്ചാണ്. വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രിഫിക്കേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് എ ന്യൂട്രൽ ബോഡി ഇൻ ടു എ ചാർജ്ഡ് ബോഡി. ചാർജ് ഇല്ലാത്തൊരു വസ്തുവിനെ ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇലക്ട്രിഫിക്കേഷൻ. Then what do you mean by charge? Who introduced the concept of charge? 17th സെഞ്ച്വറിയിലെ വില്യം ഗിൽബർട്ട് ആണ് ചാർജ് എന്ന കൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റെസിനസ്, വിറ്ററസ് എന്ന പേരിൽ 2 തരം ചാർജ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് 1750 അമേരിക്കൻ സയൻറ്റിസ്റ്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഏതായാലും ചാർജ് ഇല്ലാത്തൊരു വസ്തുവിനെ ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇലക്ട്രിഫിക്കേഷൻ. ഇനി ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഒരു വസ്തുവിനെ ഇലക്ട്രിഫൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, there are 3 types of electrification. Electrification due to friction, electrification due to conduction, electrification due to induction. 3 തരം ഇലക്ട്രിഫിക്കേഷൻ ആണ്. ഒന്ന് ഇലക്ട്രിഫിക്കേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ, നമ്പർ 2 ഇലക്ട്രിഫിക്കേഷൻ ഡ്യൂ ടു കണ്ടക്ഷൻ, and third one ഇലക്ട്രിഫിക്കേഷൻ ഡ്യൂ ടു ഇൻഡക്ഷൻ. ഇതിൽ ഇലക്ട്രിഫിക്കേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് വിശദമായി അതിൽ ചർച്ച ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് സിൽക്ക് വിൽ ഗെറ്റ് നെഗറ്റീവ് ചാർജ്. സിമിലർലി, വെൻ an ebonite rod is rubbed with wool, ebonite will get negative charge and wool will get positive charge. ഗ്ലാസ് റോഡിന്റെ കേസ് എടുക്കാം. എ ഗ്ലാസ് റോഡാണ്. ഈ ഗ്ലാസ് റോഡിനെ ഒരു സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യാണ്. സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജും സിൽക്ക് നെഗറ്റീവ് ചാർജും കിട്ടിയത്? ഇലക്ട്രോൺ തിയറി അനുസരിച്ച് ഗ്ലാസ് റോഡ് ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് ഫ്ലോ ചെയ്യണം. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ലഭിച്ച സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഏത് 2 ബോഡികൾ റബ്ബ് ചെയ്താൽ ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നു? എൻ്റെ കയ്യിലെ 2 മാർക്കർ പേനകൾ, ഇത് 2 റബ്ബ് ചെയ്താൽ ഇലക്ട്രിഫിക്കേഷൻ സാധ്യത ഉണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം ഈ 2 ആളുടെയും പ്രോപ്പർട്ടി സെയിം ആണ്. ഇതിലെ ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ ബൈൻഡ് ചെയ്ത അതേ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും ഇലക്ട്രോൺ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ കഴിയില്ല. 2 കല്ലുകൾ റബ്ബ് ചെയ്യുകയാണെങ്കിലോ ഇലക്ട്രിഫിക്കേഷൻ സാധ്യതയില്ല. 2 മരക്കഷ്ണം റബ്ബ് ചെയ്യുകയാണെങ്കിലോ ഇലക്ട്രിഫിക്കേഷൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിഫിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം നമുക്കറിയാം. അതിലൊരാൾ ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ആളായിരിക്കണം, മറ്റൊരാൾ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നമുക്ക് പറയാം, ഇതിലെ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായി വീക്ക്ലി ബൗണ്ടഡ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഇതിൽ എനർജി കിട്ടിയാലും ഇലക്ട്രോൺ വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഇലക്ട്രോൺ കിട്ടിയാൽ പിടിച്ചെടുക്കാൻ നോക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആസക്തി കൂടിയ ആളാണ്, ഇതിനോട് അത്ര ആസക്തിയുള്ള ആളല്ല. അപ്പോൾ ഇലക്ട്രോൺ വീക്ക്ലി ബൗണ്ടഡ് ആയ ഒരു ബോഡിയിൽ നിന്ന്
സ്ട്രോങ്ലി ബോണ്ടഡ് ആയ ബോഡിയിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോണിന് ഇവിടെ ന്യൂക്ലിയസിലെ ആറ്റത്തിലെ ന്യൂക്ലിയസ് ഇലക്ട്രോൺ ബൈൻഡ് ചെയ്തെടുക്കുക. ഈ ഇലക്ട്രോൺ ഫ്രീ ആവണം എന്ത് വേണം? എനർജി വേണം. എവിടുന്ന് ഇവിടെ ഗ്ലാസ് റോഡും സിൽക്ക് റബ്ബും എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? റബ്ബ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് പൊസസ് ചെയ്തിട്ടാണ്, എനർജി പൊസസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ. ദെൻ നിങ്ങളോട് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? When two suitable bodies are rubbed with each other, electron will flow from a body in which they are loosely bonded with the nucleus to a body in which they are strongly bonded with the nucleus. Hence, the bodies are electrified. This electrification due to friction, therefore, it is called a frictional electricity. Okay, ഇതാണ് ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി. എബണൈറ്റ് റോഡിന്റെ കേസ്, എബണൈറ്റ് റോഡിനെ വോളുമായി റബ്ബ് ചെയ്താൽ വോളിൽ നിന്ന് എബണൈറ്റ് റോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. വോളിൽ ഇലക്ട്രോൺസ് ആർ ലൂസ്ലി ബോണ്ടഡ് വിത്ത് ന്യൂക്ലിയസ് ആണ്. എബണൈറ്റിൽ ഇലക്ട്രോൺസ് ആർ സ്ട്രോങ്ലി ബോണ്ടഡ് വിത്ത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോൺ ലഭിച്ച ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി ഇവിടെ വേറെ ചോദ്യമുണ്ട്. ഇങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ വേറെ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? നോക്ക്, ഇവിടെ ഇലക്ട്രോണുകൾ, മാസുള്ള ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് ഫ്ലോ ചെയ്യാണ്. ഇലക്ട്രോൺ മാസുള്ള പാർട്ടിക്കിളാണ്. അപ്പം എന്ത് സാധ്യത ഉണ്ട്? ഇതിൻ്റെ മാസ് കുറയാനും ഇവിടെ മാസ് കൂടാനും സാധ്യത ഉണ്ട്. സിൽക്ക് റബ്ബ് ചെയ്യുന്ന സിൽക്കിൻ്റെ മാസ് കൂടി വരും. കൂടാൻ ആ മാസ് ഇങ്ങനെ സിൽക്ക് ഇങ്ങനെ വണ്ണം വെച്ച് മാസ് ഇങ്ങനെ ഭയങ്കര കൂടുന്നത് നമുക്കറിയാം. ഇലക്ട്രോണിൻ്റെ മാസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ നമുക്ക് എന്ത് പറയാം? വെൻ എ ബോഡി ഈസ് പോസിറ്റീവ്ലി ചാർജഡ്, ഇറ്റ്സ് മാസ് സ്ലൈറ്റ്ലി ഡിക്രീസസ്. സിമിലർലി വെൻ എ ബോഡി ഈസ് നെഗറ്റീവ്ലി ചാർജഡ്, ഇറ്റ്സ് മാസ് സ്ലൈറ്റ്ലി ഇൻക്രീസസ്. അപ്പം മാസിന് വേരിയേഷൻ സംഭവിക്കും ഇലക്ട്രിഫിക്കേഷൻ നടക്കുമ്പോൾ. ഇനി നമുക്ക് ഈ രണ്ട് ബോഡിയും ചാർജ് ചെയ്തു. എന്താണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചാൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡിയുടെ ചാർജ്, ഗ്ലാസ് റോഡിൻ്റെയും സിൽക്കിൻ്റെയും ചാർജ് 0 ആയിരുന്നു. റബ്ബ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. എന്തായിരിക്കും ഇതിൻ്റെ ചാർജ്? ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിന് ഈക്വലായി പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഈക്വലായി നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ചാർജ് എന്ത് പറയാം? ചാർജ് ഈക്വൽ ടു +1e, ഇവിടെ -1e. ഇന്നർ ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം 1.6 × 10⁻⁹ കൂളും. ഞാൻ സൗകര്യത്തിന് വേണ്ടി ഈ എന്ന് എഴുതാം. ഇതിൻ്റെ ചാർജ് +1e -1e. 2 ഇലക്ട്രോൺ ഫ്ലോ ചെയ്തെങ്കിലോ ഇവിടുന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം എന്തായി? ഇവിടെ +2e -2e. 3 ഇലക്ട്രോൺ ആണെങ്കിലും +3e -3e. 15 ഇലക്ട്രോൺ ആണെങ്കിലും ഗ്ലാസ് റോഡിന് +15e, സിൽക്കിന് -15e. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ്? ഇവിടുന്ന് n ഇലക്ട്രോൺ ഫ്ലോ ചെയ്തെങ്കിൽ +ne ആയിരിക്കും, ഇത് -ne ആയിരിക്കും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിഫിക്കേഷൻ നടക്കുമ്പോൾ ഏത് ബോഡി ഏത് രൂപത്തിലായിക്കോട്ടെ, ഒരു 2 ബോഡി ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ അതിന് ചാർജ് ലഭിക്കും. അതിൻ്റെ ചാർജ് എന്തായിരിക്കും? Q = +or-ne ആയിരിക്കും. +or-ne. അപ്പോൾ എന്താണ്? ആ ബോഡിയുടെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. n ഇൻ്റഗ്രൽ നമ്പറാണ്. കാരണം നമുക്കറിയാം മിനിമം 1 ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാം, 3 ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാം, 10 ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാം, എത്ര ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാം. പക്ഷേ ഇലക്ട്രോൺ എന്താവില്ല, ഫ്രാക്ഷൻ ഉണ്ടാവില്ല, ഇൻ്റഗ്രൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പകുതി ഇലക്ട്രോണ്, 1.5 ഇലക്ട്രോണ്, 1.25 ഇലക്ട്രോണ്, 1 ഇലക്ട്രോണും 1 ഇലക്ട്രോണിൻ്റെ കാഷനും അങ്ങനെ സംഭവിക്കില്ലല്ലോ. നമുക്കറിയാം ഇൻ്റഗ്രൽ നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇവിടെ ഫ്രാക്ഷൻ വരില്ല. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്.
Then what do you mean by condensation of charge? Charge of a body is an integral multiple of minimum charge. Minimum charge ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഓക്കെ, അപ്പോൾ കോണ്ടൻസേഷൻ ഓഫ് ചാർജിന് മാത്തമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് N എന്നുള്ളത്. ഇനി ഈ ഭാഗത്തുനിന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ തന്ന ഒരു അസൈൻമെൻറ്റ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചോദ്യം ഇതാണ്: ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ഹാവ് എ ടോട്ടൽ ചാർജ് ഓഫ് 1 കുളം? 1 കുളം ചാർജ് കിട്ടാൻ എത്ര ഇലക്ട്രോണുകൾ കൂടി ചേരണമെന്നാണ് ചോദ്യം. 1 കുളം പോസിറ്റീവ് ചാർജ് ആവാം, 1 കുളം നെഗറ്റീവ് ചാർജ് ആവാം. 1 കുളം പോസിറ്റീവ് ചാർജ് പറഞ്ഞാൽ അത്ര ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടെന്നാണ്. 1 കുളം നെഗറ്റീവ് ചാർജ് അത്ര ഇലക്ട്രോൺ കിട്ടിയെന്നാണ്. 1 കുളം ചാർജ് ഉണ്ടാവാൻ എത്ര ഇലക്ട്രോണുകൾ കൂടി ചേർന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് Q ഈക്വൽ ടു 1 കുളം തന്നിട്ടുണ്ട്. N എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാം Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE ആണ്. N ഈക്വൽ ടു Q ബൈ E ആണ്. Therefore N ഈക്വൽ ടു here 1 by 1.6 into 10 raised to minus 19 equal to 1 into 10 raised to 19 divided by 1.6 equal to 6.25 into 10 raised to 18. Okay, 6.25 into 10 raised to 18 ഇലക്ട്രോണുകൾ കൂടി ചേരുമ്പോഴാണ് 1 കുളം ചാർജ് ഉണ്ടാകുന്നത്. 6.25 into 10 raised to 18 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ 1 കുളം പോസിറ്റീവ് ചാർജ്, 6.25 into 10 raised to 18 ഇലക്ട്രോൺ ലഭിച്ചാൽ 1 കുളം നെഗറ്റീവ് ചാർജ്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യം. ഇനി വേറെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, when an ebonite rod is rubbed with wool, it acquires a charge of -8 into 10 raised to -6 coulomb. Is there a transfer of mass from the wool to the ebonite? If so, then how much? ഒരു എബണൈറ്റ് റോഡിനെ വൂൾ കൊണ്ട് റബ്ബ് ചെയ്തപ്പം അത് ലഭിച്ച ചാർജ് -8 into 10 raised to -6 കുളമ്പാണ്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മാസ് ട്രാൻസ്ഫർ നമുക്ക് ഉറപ്പാണ്. എബണൈറ്റ് റോഡിന് മാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നത് Q ഈക്വൽ ടു -8 into 10 raised to -6 കുളം. എത്ര മാസ് ഇൻക്രീസ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എത്ര ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് നോക്കണം. എന്നിട്ട് ആ ഇലക്ട്രോണുടെ എണ്ണത്തെ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടോട്ടൽ മാസ് കിട്ടും. നോക്കാം നമുക്ക് ഇവിടെ എത്ര ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ടുണ്ട്. N ഈക്വൽ ടു Q ബൈ E ഈക്വൽ ടു -8 into 10 raised to -6 divided by -1.6 into 10 raised to -19 equal to എത്ര കിട്ടും? 5 into 10 raised to 13 എന്ന് കിട്ടും. 5 into 10 raised to 13 അത്ര ഇലക്ട്രോണുകളാണ് ഫ്ലോ ചെയ്തത്. 5 into 10 raised to 13 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എബണൈറ്റിന് മാസ് എത്ര ഇൻക്രീസ് ചെയ്ത് നോക്കാം. എത്ര മാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും? ഇത്രയും ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്തത്. അപ്പോൾ മാസ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും? N into 1 ഇലക്ട്രോണിൻ്റെ മാസ് ഈക്വൽ ടു 5 into 10 raised to 13 into 9.1 into 10 raised to -31 equal to 45.5 into 10 raised to -18 അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? 4.55 into 10 raised to -17 കിലോഗ്രാം. ഓക്കെ, എബണൈറ്റ് റോഡിൻ്റെ മാസ് 4.55 into 10 raised to -17 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വൂളിൻ്റെ മാസ് 4.55 into 10 raised to -17 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം. പിന്നെ ചോദിക്കാറുള്ള വേറെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന മിനിമം പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും? മിനിമം ചാർജ് എന്താ? ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. മിനിമം ഒരു ഇലക്ട്രോണാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഒരു ബോഡിക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന മിനിമം ചാർജ് +1.6 into 10 raised to -19 കുളം. ഒരു ബോഡിക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന മിനിമം നെഗറ്റീവ് ചാർജ് -1.6 into 10 raised to -19 കുളം. ഓക്കെ,
ഇതാണ് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ. പിന്നെ ചാർജിൻ്റെ ഇപ്പോൾ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചാർജിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ്. Then what do you mean by conservation of charge? Charges can neither be created nor destroyed. The total charge of an isolated system always remains constant. ചാർജ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമില്ല. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. നേരത്തെ കേസ് ഗ്ലാസ് റോഡിന് സിൽവർ ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് 5 ഇലക്ട്രോൺ സിലിക്കണിലേക്ക് ഫ്ലോ ചെയ്തിരിക്കാം. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് റോഡിൻ്റെ ചാർജ് 0, സിക്കുളത്തിൻ്റെ ചാർജ് 0, ടോട്ടൽ ചാർജ് 0. റബ്ബ് ചെയ്തതിന് ശേഷം ഗ്ലാസ് റോഡിൻ്റെ ചാർജ് +5 ഇൻറ്റു 1.6 × 10⁻⁹ കുളം. സിക്കുളത്തിൻ്റെ -5 ഇൻറ്റു 1.6 × 10⁻⁹ കുളം. സം ചെയ്ത് നോക്ക്, ടോട്ടൽ ചാർജ് 0. ഇവിടുന്ന് വരുന്ന ചോദ്യം ഇതാണ്, കൺസർവേഷൻ ചാർജ് എന്നുള്ള ഭാഗത്ത് വരുന്ന ചോദ്യം. വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്, glass acquires charge of +1.6 into 10⁻⁻12 coulomb. What is the charge on the silk? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബിഫോർ ചാർജിങ് ടോട്ടൽ ചാർജ് Q = 0. ആഫ്റ്റർ ചാർജിങ് Q1 + Q2 = 0. ബിഫോർ ചാർജിങ് ആഫ്റ്റർ ചാർജിങ് ടോട്ടൽ ചാർജ് സെയിം ആണ്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ Q1 തന്നിട്ടുണ്ട്. എന്താ? 1.6 × 10⁻⁻12 പ്ലസ് Q2 = 0. Therefore Q2 = -1.6 × 10⁻⁻12 കുളം. കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് നിന്ന് ഈ ചോദ്യമാണ് വരാറ് സാധാരണ. ഇനി ചാർജിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി additive property. What do you mean by additive property? Charges can add like real numbers. ഒരു സിസ്റ്റത്തിൽ 3 പാർട്ടിക്കിൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് +2e, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ചാർജ് +3e, മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ചാർജ് -5e. ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. ആ സിസ്റ്റത്തിന് ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചാർജിനെ നമ്പർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ദ ഇൻഡിവിജ്വൽ ചാർജ്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം, 3 identical metallic spheres are charged. Suppose 3 identical small metallic spheres are charged. The charge of first sphere Q1 = -3 × 10⁻⁻12 coulomb. Charge of second sphere = 4 × 10⁻⁻12 coulomb. Third sphere 8 × 10⁻⁻12 coulomb. After charging, these spheres are brought in contact and then separated. What is the net charge on each sphere? ചാർജ് ചെയ്തതിന് ശേഷം ഈ 3 സ്ഫിയറുകളെയും ടച്ച് ചെയ്യിച്ചു, അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തു. ഐഡന്റിക്കൽ മെറ്റൽ സ്ഫിയർസ് ആണ്. ടച്ച് ചെയ്യുമ്പോൾ ചാർജ് ഷെയർ ചെയ്യും, എന്നിട്ട് 3 ആൾക്കും ഈക്വലായി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് ടച്ച് ചെയ്ത ടോട്ടൽ ചാർജ് എന്തായിരിക്കും നോക്ക്. ടോട്ടൽ ചാർജ് -3 + 4 + 8 × 10⁻⁻12 കുളം ചാർജ്. ഇതാ ടോട്ടൽ ചാർജ്. ഇതിൽ എത്ര ഉണ്ടാവും? 9 × 10⁻⁻12 കുളം ചാർജ് ഉണ്ടാവും. ഇതാണ് ടോട്ടൽ ചാർജ്. ഇത് 3 സ്ഫിയർസും ഈക്വലായി എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ എന്തായിരിക്കും? 9 × 10⁻⁻12 ഡിവൈഡഡ് ബൈ 3 = 3 × 10⁻⁻12 കുളം ചാർജ് പ്ലസ് 3 × 10⁻12 കുളം ചാർജ്. ഒരു സ്ഫിയറിന് +3 × 10⁻12 കുളം ചാർജാണ് കിട്ടുക. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺ നഷ്ടമാണ്. എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ
എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോണിൻ്റെ n കാണാൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു നോക്കാം. ഓക്കെ, എന്താണ് n ഈക്വൽ ടു 3 × 10⁻⁻12 ഡിവൈഡ് ബൈ 1.6 × 10⁻19 ഈക്വൽ ടു 1.875 × 10⁻7. ഇത്രയും ഇലക്ട്രോണുകൾ ഓരോ സ്ഫിയറും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 1.875 × 10⁻7 ഇലക്ട്രോൺസ് ഓരോ സ്ഫിയറിനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇലക്ട്രോൺ ലോസ് ആണ്. ഓക്കെ, അപ്പം അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന ഭാഗത്ത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ചാർജിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഒന്ന് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, 2 കൺസർവേഷൻ ഓഫ് ചാർജ്, 3 അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ്. 2 ചാർജ് തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. ഹു ഇൻട്രൊഡ്യൂസ് ദിസ് കൺസെപ്റ്റ് ഫസ്റ്റ്? വില്യം ഗിൽബർട്ട്. വില്യം ഗിൽബർട്ട് തന്നെയാണ് 2 ചാർജുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഇതുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് ചാർജുകൾ, റെസ്റ്റിലുള്ള 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കാണാനുള്ള ഒരു ലോ ഉണ്ട്, കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അക്കോർഡിംഗ് ടു കൂളംസ് ലോ, ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ between 2 charges, point charges, is directly proportional to product of their charges and inversely proportional to the square of the distance between them. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ലോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വിക്ടേഴ്സ് ചാനൽ ആ ഭാഗത്ത് നിന്ന് കുറേ അസൈൻമെൻറ്റ്സ് നിങ്ങൾ തന്നിട്ടുണ്ടെന്ന്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തിയറി ഭാഗം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് നോക്കണം. എങ്കിലേ നമുക്ക് ഫിസിക്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും അടുത്ത ക്ലാസ്സിൽ കൂളംസ് നമ്മൾക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ എല്ലാവിധ ആശംസകളും നേരാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.